ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് ഒരു ഓണത്തിൻ്റെ തലേ ദിവസം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ. എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. അപ്പോൾ ഉച്ച വരെ ഡ്യൂട്ടിക്ക് പോയ ശേഷം ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്തിട്ട് അന്നത്തെ ഉച്ചത്തെ ട്രെയിനിൽ ഞാൻ ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഉച്ചത്തെ ജനശതാബ്ദി ആയിരുന്നു നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കറക്റ്റ് ടൈമിൽ ട്രെയിൻ കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചധികം ലഗേജ്, കുറച്ച് ബാഗ് എൻ്റെ മടിയിലും പിന്നെ കുറച്ച് താഴെയും പിന്നെ കുറച്ച് റാക്കിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉച്ചത്തെ ട്രെയിൻ കറക്റ്റ് ഒരു 1:45 ആയപ്പോഴത്തേക്കും നമ്മൾ ട്രെയിൻ എടുത്തു കേട്ടോ. ട്രെയിൻ എടുത്ത ശേഷം ഞാൻ വേഗം ഇയർഫോണൊക്കെ വെച്ച് കുറച്ച് നേരം പാട്ട് കേട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് കറക്റ്റ് ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കുമാണ് കേട്ടോ. അങ്ങനെ ഷൊർണൂർ എത്തിയപ്പോഴത്തേക്കും ഉച്ചത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഇങ്ങ് പോകുന്നത് കൊണ്ട് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അമ്മ വീട്ടിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഷൊർണൂർ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തായിട്ട് ഇതേപോലൊരു മരം കാണാം കേട്ടോ. അപ്പോൾ ആ മരത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അതിൽ നിറച്ചും കൊക്കുകളായിരുന്നു കേട്ടോ. കറുപ്പും വെള്ളയും കളറിലുള്ള കൊക്കുകളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ദൂരെ നോക്കിയപ്പോൾ അവിടെയും ഒരു മരത്തിൽ ഇത് തന്നെ നിറയെ കൊക്കുകളാട്ടോ. പിന്നെ ഒരു 4:40 ആയപ്പോഴത്തേക്കും നമ്മൾ ആലുവ സ്റ്റേഷനിലാണ് ഇറങ്ങിയത്. അവിടെ ചേച്ചിയും ചേട്ടനും വരാമെന്ന് പറഞ്ഞു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെത്താൻ വേണ്ടി ലേറ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ കട്ട പോസ്റ്റായിരുന്നു. ആ പോസ്റ്റായ സമയം ആയപ്പോഴത്തേക്കും വേറെ ട്രെയിൻ വന്നു. ആ ട്രെയിൻ നിറച്ചും ബംഗാളികളായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്നു, കുറച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവർ ലേറ്റ് ആയതാണ് വരാൻ. അപ്പോൾ ഞാനാണെങ്കിൽ സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു എൻ്റെ കുഞ്ഞു മക്കളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാറിൽ കയറി വീഡിയോ എടുത്തപ്പോഴത്തേക്കും അവൻ ഇങ്ങനെ എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ചെറുത് ചേച്ചിയുടെ തോളത്ത് കിടന്ന് ഉറക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. കുറച്ച് ഫ്രൂട്ട്സ് കഴിച്ചതുകൊണ്ട് എനിക്ക് വലിയ വിശപ്പ് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇത് അപ്പൂസിൻ്റെ ടോയാണ്. നല്ല രസമായി കുരങ്ങനെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ വന്നു കഴിഞ്ഞാലും ഈ കുരങ്ങനെ എടുത്ത് എൻ്റെ മടിയിലോ തോളത്തോ കയറ്റി വയ്ക്കും. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്കും രണ്ടെണ്ണത്തിനും കുറച്ച് ടോയ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂസിന് അമ്മമ്മയുടെ വക ഗിഫ്റ്റായിരുന്നു ഈ ഒരു കുഞ്ഞ് ചെവിയൊക്കെ ഉള്ള കുടയും പിന്നെ അവനൊരു കുഞ്ഞ് കീബോർഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മൂത്ത ആൾക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പിറന്നാൾ ഞാൻ വലിയൊരു കീബോർഡ് വാങ്ങിച്ചപ്പോഴത്തേക്കും രണ്ടാളും അതിന് വേണ്ടി അടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനൊരു കുഞ്ഞ് കീബോർഡും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ കുട വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി ആൾക്ക്. അത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും മൂത്ത ആൾ കീബോർഡൊക്കെ എടുത്തിട്ട് ആളവിടെ കളി തുടങ്ങി. അപ്പോൾ അവന് ടോയ് കാറൊന്നും വാങ്ങിക്കില്ല, ഇപ്പോൾ പഠിക്കുന്ന ടൈം ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അവനെ ഡിസപ്പോയിൻമെൻറ്റ് ചെയ്യാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞു ടോയ് കാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. Welcome to MC Music World. Bluetooth mode. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്കിവിടെ വന്ന് ഇങ്ങനെ ചേച്ചി ഉണ്ടാക്കുന്ന ചായ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വരുന്ന വഴിക്ക് ഇങ്ങനത്തെ കുറച്ച് സ്നാക്സ് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതിയത് പഴംപൊരിയാണെന്ന്, പക്ഷേ അത് മുളക് ബജിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ മക്കളെ കൂടെ കളിച്ചപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ഫോണിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.